നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് കോരിത്തോട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയൊക്കെ ഒരു കാലഘട്ടത്തിലെ ജനങ്ങളുടെ വിനോദ ഉപാധിയായിരുന്ന, പിന്നെ ടി വിയുടെയും മൊബൈലിൻ്റെയും ഒക്കെ കടന്നുകയറ്റത്തിലും വ്യാവസായിക പ്രതിസന്ധിയിലുമൊക്കെ അടച്ചു പൂട്ടപ്പെട്ടു പോയ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കുറേ കൂട്ടുകാരുടെയും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിലെ വളരെ സന്തോഷവും ചിരിയും ഒക്കെ നൽകിയിരുന്ന ഒരു പ്രസ്ഥാനം, ക്രൗൺ തിയേറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയിലേക്ക്. സുഹൃത്തുക്കളെ, 1980കളുടെ ആദ്യ പാദത്തിൽ പാലായിലുള്ള കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരാൾ, നമ്മുടെ കോരിത്തോട്ടിലുള്ള ഗോപിച്ചേട്ടൻ്റെ ഭൂമിയായിരുന്നു, ഇത് വാങ്ങി പണിതുയർത്തിയ ഒരു പ്രസ്ഥാനമാണിത്. രണ്ടാമത്തെ ഓണറായ ശ്രീ ഭരതൻപിള്ളച്ചൻ ഇത് പുതുക്കി പണിയുകയും കൂടെ ചെയ്തതാണ്. ഇത് അവസാന ഭാഗത്തുള്ള ഒരു അവസ്ഥയാണ്. 2000 ആണ്ടോടുകൂടിയാണെന്ന് തോന്നുന്നു ഇത് നിർത്തിയത്. അപ്പോൾ ഇതാണ് കോരിത്തോടിലെ ക്രൗൺ തിയേറ്റർ എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പക്കാലം എന്ന് പറഞ്ഞാൽ 80കളിൽ 12-13 വയസ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എല്ലാം വെള്ളിയാഴ്ചയായിരുന്നു അന്ന് പടമൊക്കെ മാറുന്നത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും വെള്ളിയാഴ്ചയിലെ സെക്കൻഡ് ഷോ, അതാണ് നമ്മുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സിനിമ കാണുന്ന ഒരു സമയമെന്ന് പറയുന്നത്. അന്നൊക്കെ എല്ലാ പടങ്ങളും കണ്ടില്ലെങ്കിൽ ഇവിടെ ഈ മുത്തെന്ന് പറയുന്ന ഒരു സിനിമയാണ് ആദ്യമേ, അത് ഫ്രീ ആയിട്ട് പ്രദർശിപ്പിച്ച കേട്ടോ. പിന്നെ പോയിട്ട് ആദ്യം സ്ഫോടനം, അഗ്നിശരം, ആനക്കളരി, മദനോത്സവം, മേള, ശിഖരങ്ങൾ, തുറന്ന ജയിലിൽ, അവതാരം എന്നൊക്കെ പറഞ്ഞാണ് സിനിമകൾ വന്നത്. ഇതിങ്ങനെ പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ചെറുപ്പമല്ല പിള്ളേർ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ സിനിമ കണ്ടിട്ട് അതിൻ്റെ എല്ലാം ഒരു ഡയറി ഉണ്ടാക്കിയിട്ട് അതിൽ ഇങ്ങനെ ഇതിൻ്റെ പേരെഴുതി വെക്കും. അപ്പോൾ ആദ്യമേ തുറക്കുമ്പോഴേ അതാണ് കാണുന്നത്, ഏറ്റവും തുടക്കം പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓർത്തിരിക്കുന്നത്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം കുട്ടപ്പൻ ചേട്ടൻ ഈ തിയേറ്റർ കോരിത്തോട്ടിലെ ശ്രീ ഭരതൻ നായർക്ക് വിറ്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് വീണ്ടും ഒന്നുകൂടി പുതുക്കിപ്പണിത് അതിന് ശേഷം കുറച്ച് കൂടി കാര്യങ്ങളൊക്കെ, കുറച്ച് സീറ്റും അതിൻ്റെ കാര്യങ്ങളും എല്ലാം കുറച്ച് ഇവിടെയായിരുന്നു കേട്ടോ. ആദ്യത്തെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഉള്ള ഹോളുകളൊക്കെ ഇവിടെയായിരുന്നു. അത് പിന്നീട് വെണ്ണമ്പിള്ളാച്ചനൊക്കെ പുതുക്കി പണിത കാലത്ത് ആണ് പിന്നെ സ്കൂളിൻ്റെ ഇതിലേക്ക് മാറിയത്. ഇതിപ്പം കോരിത്തോട് SNDP ശാഖായോഗത്തിൻ്റെ ഉടമസ്ഥയിലാണ് ഈ കെട്ടിടമൊക്കെ. അപ്പം എന്തായാലും പഴയ കാലത്തെ ഒരു ഓർമ്മയാണിത്. ഈ കോരിത്തോട്ടിലുള്ള ഈ തിയേറ്ററൊക്കെ ഹൗസ്ഫുള്ളായിട്ടുള്ള എത്രയോ ഷോകൾ, അതുപോലെ തന്നെ ഒത്തിരി ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ സ്ഥലമാണ് ഈ തിയേറ്റർ. അതെ കേട്ടോ, ഇപ്പോഴുള്ള ആരെങ്കിലും ഈ കെട്ടിടം കണ്ടാൽ തന്നെ ഇവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു പറഞ്ഞാൽ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കുന്നതായിരിക്കും. പൊതുവെ എല്ലായിടത്തും അതുപോലൊക്കെ തന്നെയാണല്ലോ. ടി വിയുടെയും മൊബൈലിൻ്റെയൊക്കെ കടന്നുകയറ്റമായി കഴിഞ്ഞപ്പോഴത്തേനും തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്ന് പറയുന്നത് തന്നെ കുറഞ്ഞു. ഇതുപോലുള്ള നിന്നുപോയ ഇഷ്ടം പോലെ തിയേറ്ററുകൾ കേരളത്തിലും ഓരോ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ താമസമില്ലാതെ പൊളിക്കപ്പെടുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ. ഈ കെട്ടിടം കാണുമ്പോഴാണ് ഇങ്ങനൊരു തിയേറ്റർ ഉണ്ടാകുന്ന കാര്യം നമ്മൾ പോലും ഓർക്കുന്നത്. അപ്പം ഇത് പൊളിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു മറവിയിലേക്ക് പോകുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇതൊക്കെയാണ് സുഹൃത്തുക്കളിലെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം, ക്രൗൺ തിയേറ്റർ. നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഇതുപോലെ നിർത്തിപ്പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പഴയ തിയേറ്ററുകളിലോ അവിടെയൊക്കെ സിനിമ കാണാൻ പോയത്. അത് ഒന്ന് ഓർക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിന് 3 രൂപ, സെക്കൻഡ് ക്ലാസ്സിന് 2, പിന്നെ തേർഡ് ക്ലാസ്സിന് 1 രൂപ. അന്നൊക്കെ ആ 1 രൂപ ഉണ്ടാക്കാൻ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കരം തന്നെയായിരുന്നു. അന്നത്തെ കാലമാണ്.
പക്ഷേ സിനിമ ആയിട്ട് കാണാതിരിക്കാൻ പറ്റത്തുമില്ലായിരുന്നു. ആ ഒരു രീതിയിൽ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന നശിക്കാൻ പോകുന്ന നല്ല കെട്ടിടം തന്നെ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ക്രൗൺ തിയേറ്റർ എന്നുള്ള ആ ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. കമൻറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി അറിയാവുന്നവരും കണ്ടിട്ടുള്ളവരും ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളവരും ഒക്കെ. ഓക്കെ, എന്നാൽ ശരി, നന്ദി.